ജനങ്ങളുടെ ചിത്രത, ജനങ്ങളുടെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഇപ്പം ഇന്നലെ തന്നെ ഏതോ ഒരു ചാനലിൽ ഒരു വാർത്ത, പിന്നെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരിലെ അധികം പിന്നെ മുജാഹിദുകളാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇവർക്ക് മന്ത്രി, ഒരു പാർട്ടിക്ക് മന്ത്രി നിശ്ചയിക്കാൻ വേണമെങ്കിൽ നമുക്കല്ലല്ലോ, അങ്ങനെ നമ്മളെടുത്ത് വന്ന് ചോദിച്ചാൽ പോലെ നമ്മേ പണി ജോലി. അപ്പൊ നമുക്ക് ഇതിൽ ഇങ്ങനത്തെ സംഗതിയിലൊന്നും ഇടപെടേണ്ട പരിപാടി നമുക്കില്ല. രാഷ്ട്രീയ അവരാരെയാണ് മന്ത്രിയാക്കേണ്ടത്, ഓരോ പാർട്ടിക്കാർ. ഇപ്പൊ കോൺഗ്രസിൽ ആരെയാണ് മന്ത്രിയാവാൻ ആവശ്യമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ നമ്മളോട് പറയുമെന്ന് ചോദിച്ചാലുണ്ടാവും, പക്ഷെ നമ്മളതും പറയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രാഷ്ട്രീയമാവുന്ന കാര്യങ്ങളിൽ അതിൽ ഇടപെടുകയില്ല. ആരാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആരാവേണ്ടത് എന്നോട് പത്രക്കാരൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് 63 ആളുണ്ട് ഇവരൊക്കെ അതിന് പറ്റുന്നവരാണ് കോൺഗ്രസ്, അതിന് ആരും ആവാം. ഇതൊന്നും നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഡൽഹിക്ക് പോകണമെന്ന് ചോദിച്ചു. അവിടെ വീട്ടിൽ വന്നാൽ മതിയല്ലോ, ഡൽഹി പോയിക്കാണ്ട് അവിടെ കുറേ പ്ലെയിനും മറ്റും പൈസ ചെലവാക്കി. അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്ത് നോക്കി നടക്കുകയാണ് ചില പണ്ഡിത വേഷധാരികൾ. നമ്മളെ പണ്ഡിതന്മാരാണെന്ന് നമ്മൾ പണ്ഡിതന്മാരായി പുറത്തിറക്കിയാൽ പറ്റും. പല ചാനൽ കൂടിയും അത് പിന്നെ തെറ്റാവുന്ന വാർത്തകൾ അവർ പ്രചരിപ്പിക്കുക. ആരെ പേരില് അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ അപ്പം പല എന്തിനാ മൂപ്പർക്ക് അത് പറയേണ്ട ആവശ്യമുണ്ട്, മൂപ്പരിൻ്റെ അത് പറയാൻ അങ്ങനെ നമ്മൾക്ക് ആരും ഇവിടെ അവിടെ സുന്നത്ത് ജമാഅത്ത് നടത്താൻ വേണ്ടിയല്ലല്ലോ മന്ദിരിനെ തിരഞ്ഞെടുക്കുന്നത്. സുന്നത്ത് ജമാഅത്തിൻ്റെ നടത്തിപ്പിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ളത് അവർ ചെയ്തു തരണം. അത് ചെയ്തു തന്നിട്ടില്ലെങ്കിൽ അപ്പം അതിനുള്ള പരിഹാരം നമ്മൾ കാണുകയും ചെയ്യും, അത് വേറെ. അപ്പോൾ അതാണ് അവരെ പണി, അല്ലാതെ സുന്നത്ത് ജമാഅത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ മുജാഹിദായി ഇനി പിന്നെ വേറെ വല്ല മതക്കാരനായി ഇനി മതമില്ലാത്തവനായി അതിലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഞാനങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്ന ജനങ്ങളിടയിൽ അത് പറയുമ്പോൾ അതിന് വെറുപ്പുള്ള ചില ആളുകളുണ്ടാവുമല്ലോ, അവരിടയിൽ നമ്മളെ തരം താഴ്ത്തപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനത്തതായ ചില ന്യൂസുകൾ പല. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ കൊടുത്ത ആളെ പേര് നമുക്ക് കിട്ടി, ഇന്ന ആളാണ് അത് കൊടുത്തിട്ടുള്ളത്, അവൻ എന്തോ ഒരു ബിരുദധാരിയാണെന്നാണ് പറയുന്നത്, എന്തോ ആവട്ടെ. അപ്പം ഇന്നലേക്ക് ഞാൻ ഇന്നലെ ബുഖാരി അത് കൊടുക്കുമ്പോൾ കുട്ടികളോട് നല്ല ജുമാന്റെ ബാബു അപ്പം ലാ യുഫരിഖു ബൈന ഇസ്നൈൻ. അപ്പം ഞാൻ പറഞ്ഞ അതിക്ക് കുറേ മാനകളുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു മാന ലാ യുഫരിഖു ബൈന ഇസ്നൈൻ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നേരം വെക്കുമ്പോൾ തന്നെ ഇറങ്ങി രണ്ടാളെ ഇടയിൽ വിട്ടുപിരിക്കണതായ എന്തെങ്കിലും നിലക്കുള്ള ഫിത്തന ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നാണ് അതിൻ്റെ ഒരർത്ഥം. അതും അതിൻ്റെ അർത്ഥം തന്നെയാണ്. സാധാരണ നമ്മൾ പറയുന്നത് പോലെ സൊപ്പ് കെട്ടിയിരുന്നാൽ രണ്ടാളെ ഇടയിൽ വന്നുകാണ്ട് വിട്ടുപിരിച്ചുകൊണ്ട് മുന്നിലേക്ക് കയറി വരുന്ന പണിയെടുക്കരുത്, നേരം വെളുക്കുമ്പോൾ തന്നെ ജുമാക്ക് പോയി ഇരിക്കണം എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അങ്ങനെ പല അർത്ഥങ്ങളും ആ ഹദീസിനുണ്ട്. പക്ഷേ ഈ അർത്ഥവും അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം തന്നെയാണ്. കാരണം വെള്ളിയാഴ്ച പണിയൊന്നും ഉണ്ടാവില്ല, നേരം വെക്കുമ്പോൾ തന്നെ ഇറങ്ങി പലരെയും ഇറച്ചി നിന്ന് എന്നിട്ട് എന്താക്കുക, ഇവൻ നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു, അവൻ നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ജനങ്ങളിടയിൽ ഫിത്തന ഉണ്ടാക്കിക്കൊണ്ട് ഈ ഫിർഖത്ത് ഉണ്ടാക്കുന്ന പണി ഉണ്ടാക്കാൻ പാടില്ല എന്നതും ഇതിൻ്റെ അർത്ഥം തന്നെയാണ്. പക്ഷെ ഇമാം ബുഖാരി തങ്ങൾ അത് ജുമാന്റെ ബാബിലെ ഹദീസിനെ കൊണ്ടുവന്നതിൻ്റെ താല്പര്യം അത് വെള്ളിയാഴ്ചയാണ് ഈ പണി അധികം നടക്കുക. കാരണം വേറെ അന്ന് പണിയൊന്നും ഉണ്ടാവില്ല. അപ്പം നേരം വിളക്കുമ്പോൾ തന്നെ ജുമാക്ക് വന്ന് പള്ളീൻ്റെ കോലായിലോ അല്ലെങ്കിൽ ആ റോട്ടുമ്മലോ അല്ലെങ്കിൽ വയ്യോ നിൽക്കാണ്ട് ഈ പണിയാണ് നിൽക്കാറുണ്ടാവരുത്. അപ്പോൾ ഈ പണിയാണ് ഇന്ന് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. പിന്നെ വേറൊരു വിഭാഗത്തിനെ പറ്റി പറഞ്ഞു, റജുലുൻ ലഹു ഖൽബു ബിലാ ലിസാൻ. ഒരാൾ അങ്ങനെ ജനങ്ങളുടെ പ്രത്യക്ഷപ്പെടില്ല, പക്ഷെ അവന്റെ ഹൃദയത്തിൽ പോന ഇന്നുണ്ടാവും, ഈമാൻ ഉണ്ടാവും. ഓഹമൻ സത്തറഹു നമുക്ക് അനുഭവപ്പെടും. ആ അനുഭവപ്പെടുമ്പോൾ അതൊരു വലിയൊരു കാര്യമായിരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വഴിപ്പെട്ട് ഈ പറയുന്ന സ്വഭാവത്തിലുള്ളതായ പണ്ഡിതന്മാരായി ജീവിച്ചാൽ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടുത്തു. അപ്പം അതുകൊണ്ട് സുന്നി ആശയങ്ങളും ആദർശങ്ങളൊന്നും പറയുന്നതിൽ ആരും പുറകോട്ട് പോകണ്ട. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്തലാണ് നമ്മളൊക്കെ ലക്ഷ്യം. ഈ തഖ്വിയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു അതാണ്, സമസ്തനെയും സമസ്തന്റെ എല്ലാ ഘടകങ്ങളെയും ശക്തിപ്പെടുത്തുന്നവരാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പൂർവ്വ നേതാക്കന്മാർ, നമ്മളെ പൂർവികരാവുന്ന ആളുകൾ എങ്ങനെയാണോ ഇതിനെ നയിച്ചത് അതേ റൂട്ടിൽ കൂടി തന്നെയാണ് ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് മനസ്സിലാക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 1000 ചില്ലാനം പേജുകളുള്ള ഒരു സമ്മേളന ഒരു ചരിത്ര രേഖയുണ്ട്. 1000 ചില്ലാനം പേജുകളുണ്ട്. അതിൽ ഓരോന്നും സലക്ഷ്യമാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളത്. എന്തെങ്കിലും പറഞ്ഞ് അല്ല ഇതുന്നത്. ഓരോന്നിൻ്റെയും അന്നത്തെ രേഖകൾ, അന്ന് ഇങ്ങനെയാണ് നടന്നത്, അതിനുള്ള രേഖകൾ അതിൽ പതിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത തർക്കങ്ങളോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഈ സംഘടന ഏതെങ്കിലും നിലയ്ക്ക് വിമർശിക്കാനോ ഇതിനെ ചെറുതാക്കാനോ ആരും മുതിരരുത്. അതൊരിക്കലും വിലപ്പോവുകയില്ല എന്ന് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതിനുള്ള ശക്തിയെ പകരുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. പിന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. ഇവിടെ ഈ തഖ്വിയ ഇത് സംഘടിപ്പിച്ചവർക്കും ഇതിനു വേണ്ടി സഹായിച്ചവർക്കും അപ്പം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ നിന്നുള്ള പലരും രോഗികളാണ്, പ്രത്യേകിച്ച് നമ്മൾ ഉസ്താദന്മാരൊക്കെ, അംസക്കോയ മുസ്ലിയാർ, മറ്റ് നേതാക്കന്മാർ, പ്രവർത്തകർ പലരും രോഗികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമ്മൾക്കൊക്കെ ഉള്ള, അവരോടും നമ്മളോടും ബന്ധപ്പെട്ടവർക്കൊക്കെ ഉള്ള എല്ലാ രോഗങ്ങളെയും അല്ലാഹു ശിഫയാക്കി തരട്ടെ. മറ്റൊന്ന്, ഇവിടെ ഒരു സുഹൃത്ത് എവിടെയാണ് വരാൻ പറ്റേ അല്ലേ, വരാൻ പറ്റ ആക്സിഡന്റിലായിട്ട് ഒരു സുഹൃത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ നന്മകളെയും കബൂൽ ചെയ്യട്ടെ, തിന്മകളെ വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കട്ടെ. അവൻ്റെ കുടുംബങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ക്ഷമയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അവരുടെ ക്ഷമയൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതുപോലുള്ള ആഫത്ത്, മുസീബത്ത്, അപകടങ്ങൾ തൊട്ടൊക്കെ അല്ലാഹു നമ്മളെയും നമ്മളെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമ്മളോട് ബന്ധപ്പെട്ട മറ്റുള്ളവരെയൊക്കെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ഏതായാലും ഇതിനു വേണ്ടി സഹായിച്ചവർക്കൊക്കെ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കച്ചവടത്തിലും അവരുടെ തൊഴിലിലും അവരുടെ മക്കൾ, കുടുംബങ്ങൾ, അവരോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും, അതുപോലെ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അല്ലാഹു എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയൊക്കെ പ്രദാനം ചെയ്യട്ടെ. അവർക്ക് നമുക്കൊക്കെ ഉള്ള ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ഈമാനോടുകൂടി എല്ലാവരെയും അല്ലാഹു മരിപ്പിച്ചു തരട്ടെ. മരണസമയത്ത് ശൈത്താന്റെ ശർമ്മ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ അവരൊക്കെ എല്ലാവിധ ശത്രുക്കളിൽ നിന്നും, ശത്രുക്കളെ ശത്രുവിൽ നിന്ന്, മുസ്ലിങ്ങൾക്കുള്ള എല്ലാ ശത്രുവിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാ നിലക്കും അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക്കൽ അഅദാഅ മിൻ കുല്ലി വിജ്ഹ വബിസ്മിക്കൽ അളീം നർമീഹിം മിനൽ ബുഅദി ബിശ്ശതത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ശത്രുക്കളിൽ നിന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിൻ്റെ എല്ലാ പോഷക സംഘടനകളെയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, അതിൻ്റെ മറ്റ് പൗരപ്രമുഖരാകുന്ന എല്ലാ വ്യക്തിത്വങ്ങൾ, അതിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ അനുഭാവികൾ എല്ലാവരെയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. സമസ്തയുടെ എല്ലാ സ്ഥാപനങ്ങളെയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എല്ലാവിധ നമ്മളെ പള്ളികൾ, നമ്മളെ മദ്രസകൾ, നമ്മളെ അറബി കോളേജുകൾ, നമ്മളെ യൂണിവേഴ്സിറ്റികൾ എല്ലാത്തിനെയും അല്ലാഹു എല്ലാവിധ ശത്രുക്കളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്ത് എല്ലാ നിലക്കുള്ള സമാധാനവും സന്തോഷവും ഐക്യമൊക്കെ നമ്മളുടെ ഇടയിൽ അല്ലാഹു അത് നിലനിർത്തി തരട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.